വ്യാഖ്യാനിക്കുന്നൊന്നുമില്ല. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും അണ്ടകടാകത്തെ സൃഷ്ടിച്ച ദൈവം സർവജ്ഞനായ ദൈവമാണ്. അതുകൊണ്ട് ഒരു ഏരിയയുടെ ദൈവമല്ല, ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, ഒരു മതത്തിന്റെ ദൈവമല്ല, ഒരു കുടുംബത്തിന്റെയും വ്യക്തിയുടെയും ദേശത്തിന്റെയും രാജ്യത്തിന്റെയും ദൈവമല്ല, അവിടുന്ന് മുഴുലോകത്തിന്റെയും ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം, നിത്യനായ ദൈവം, ഏക ദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ ഭജിക്കുവാനും ആരാധിപ്പാനും ലഭിച്ചതായ ഏറ്റവും വലിയ ഭാഗ്യം. മറ്റൊന്നും വിഷയമല്ല, അല്ല അതിന്റെ കീഴില. ഈ സത്യദൈവത്തെ, നിത്യദൈവത്തെ, ഏകദൈവത്തെ, സാക്ഷാൽ ദൈവത്തെ, ഈ കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും ഭജിപ്പാനും സേവിപ്പാനും സ്നേഹിപ്പാനും അനുഗമിപ്പാനും, എന്റെ ഭാഷയ്ക്ക് പറഞ്ഞാൽ ശുശ്രൂഷിപ്പാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അതാ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് മഹത്വം. അതെ. അപ്പോൾ പൊതുവിലുള്ള രക്ഷ അത് യേശുക്രിസ്തുവിൽ കൂടിയാ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ കീഴ്വഴക്കം കൊണ്ടോ മാമൂല് കൊണ്ടോ ഇതൊന്നും രക്ഷിക്കപ്പെടുകയില്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുക. യേശുവേ, ഞാനൊരു പാപിയാ, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, അവിടെ നിന്ന് എൻ്റെ പാപത്തെ മോചിച്ച് എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ രക്ഷ എന്ന വിഷയം എഴുതാനാ യൂദാ തുനിഞ്ഞത്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുവീൻ, രക്ഷിക്കപ്പെടും, അങ്ങനെയൊക്കെ അതിലോ ത്രികാല അനുഭവങ്ങൾ. എന്താ രക്ഷിക്കപ്പെടുക? രക്ഷിക്കപ്പെട്ടവന്റെ വിശേഷത, രക്ഷയ്ക്ക് നിദാനമായ ഘടകം, എന്താ കൊടുത്താൽ രക്ഷ നേടാം, പൊതുവിലുള്ള രക്ഷ, ആർക്കൊക്കെയായി രക്ഷ, എങ്ങനെയാ രക്ഷപ്പെടുന്നത്, ഇതൊക്കെ ഇത് വിസ്തരിച്ചെഴുതുവാനാ യൂദ താല്പര്യപ്പെട്ടത്. പക്ഷെ എഴുത്ത് ആരംഭിച്ചപ്പോൾ യൂദയ്ക്ക് മനസ്സിലായി രക്ഷ എന്ന വിഷയം എഴുതുന്നതിലും അത്യാവശ്യം ഇപ്പോൾ ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. കാരണം എഴുത്ത് ആരംഭിച്ചപ്പോൾ ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് കയറി. 4-ാം വാക്യം അങ്ങനെ ആണല്ലോ വായിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു എന്നാണ് മലയാളത്തിൽ. തമിഴിൽ എങ്ങനെ? എന്ന് പറഞ്ഞ സൈഡാ. സൈഡ് ഇരിക്കുന്നവരൊക്കെ ഓർത്തോണേ, സൈഡാ. നുഴഞ്ഞു വന്നിരിക്കുന്ന മലയാളത്തിൽ. അത് മലയാള ഭാഷയുടെ ഒരു പ്രയോഗ ശൈലി. ആ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അവിടെ കേരളത്തിലെ ന്യൂസ് പേപ്പറിനകത്ത് ചില ദിവസങ്ങളിൽ ഇങ്ങനെ പദമുണ്ട്. പലസ്തീൻ സേന നുഴഞ്ഞു കയറി, പാകിസ്ഥാൻ സേന നുഴഞ്ഞു കയറി. അപ്പൊ ഈ നുഴഞ്ഞു വരുന്നെന്നുള്ള പദം കൊടുക്കുമ്പോൾ ഓർക്കണം, നല്ല ഉദ്ദേശത്തിൽ വരുന്നതല്ല. പാകിസ്ഥാൻകാരെ ആ കമ്പിവേലിക്കിടയിൽ കൂടെ നുഴഞ്ഞിപ്പര വരുമ്പോൾ ഓർത്തോണം, ഇന്ത്യക്ക് ഗുണം വരുത്താൻ വരുത്തുന്നതല്ല, ഇന്ത്യയെ മുടിക്കാൻ വരുന്നവനാ. അത് അന്നേരം അവർ ചുമതലപ്പെട്ടു. ഇന്ത്യക്ക് ഗുണം വരുത്താനും മാന്യമായിട്ടാ വരുന്നെങ്കിൽ കമ്പിവേലിയുടെ ഇടയിൽ കൂടെ ആണോ വരണ്ടേ? അല്ലല്ലോ, ഇന്ത്യ ഗേറ്റിൽ കൂടെ വരണ്ടേ? അത് ചുമതലപ്പെട്ടവരെ അറിയിക്കുമ്പോൾ അവരതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് സല്യൂട്ട് ചെയ്ത്, എനിക്കതിൻ്റെ നിയമങ്ങൾ അറിയത്തില്ല, നിയമപ്രകാരം അവരെ സ്വീകരിക്കും. പൂച്ചെണ്ടുമൊക്കെ കൊടുത്ത് ചുമതലപ്പെട്ടവർ എന്ന് ബഹുമതികളോടെ. അതാ എൻ്റെ മാന്യത. അല്ലാതെ കമ്പിവേലിയുടെ ഇടയിൽ കൊണ്ട് നീ പമ്മി വരുമ്പോൾ ഓർത്തോണം ഗുണം വരുത്താം. ഈ സഭയിൽ ദുരുപദേശക്കാരും അങ്ങനായി വരുന്നേ, നേരെ വരികയല്ലോ. ഇപ്പൊ നിങ്ങളെല്ലാം നേരെ വന്നവരാ, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുകയും നേരെ ഇരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നല്ല ഉദ്ദേശത്തോടെ വരാത്ത ആൾക്കാർ വെട്ടത്ത് വരികയല്ല, തെങ്ങിന്റെ മൂട്ടിലും പ്ലാവിന്റെ മൂട്ടിലും. ഇവിടെ കസേര ഉണ്ടെങ്കിലും വന്നിരിക്കല, അവനെ പമ്മി അവിടെ നിൽക്കും. താമസിച്ച് വരുവുള്ളൂ, തീരുന്നതിന് മുന്നേ ഇവൻ. അപ്പം ഓർത്തോണം, വെട്ടത്ത് വരികയല്ല, അതിന്റെ ഉദ്ദേശം നല്ലതല്ല. ചില പമ്മി വന്നിരിക്കുക, ആരൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെ ഉണ്ട്, ഒക്കെ എന്നറിയ ഇളകുന്നുണ്ടോ, സ്റ്റേജിൽ ആരൊക്കെ ഉണ്ട്, ഇതൊക്കെ ന്യൂസ് കത്തിക്കാം. അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തോടെ വരുന്നതല്ല. നല്ല ഉദ്ദേശത്തോട് വരുന്നവർ ഇവിടെ ക്രമീകരിച്ച ഈ സീറ്റിൽ വന്നിരിക്കും, പാട്ട് പാടുമ്പോൾ പാട്ട് പാടും, അറിയാവുന്ന പാട്ട് തന്നെ ചേർന്ന് പാടും, ദൈവത്തെ സ്തുതിക്കും, ഈ ശുശ്രൂഷയോട് സഹകരിക്കും. നല്ല ഉദ്ദേശമാണ്. നിങ്ങൾ നല്ല ഉദ്ദേശത്തോടെ വന്നവരാ. അപ്പോൾ ദുരൂപദേശക്കാര് സഭയ്ക്കകത്ത് നുഴഞ്ഞു വന്നു.
വന്നിരിക്കുന്നു, അങ്ങനെ എഴുതിയേക്കുന്നത്, നുഴഞ്ഞ് വന്നിരിക്കുന്നു. എന്നാൽ പത്രോസ് ഇതൊക്കെ മുമ്പ് പറഞ്ഞു വരാൻ സാധ്യതയുണ്ടെന്ന്. ഇവര് പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. கள்ள தீர்க்கதரிசிகளும் ஜனங்களுக்குள்ளே இருந்தார்கள், அப்படியே உங்களுக்குள்ளும் கள்ள போதகர்கள் இருப்பார்கள். அவர்கள் கேட்டுக்கு ஏதுவான வேத புரட்டுகளை தந்திரமாய் நுழைய பண்ணி தங்களை கிரயத்துக்கு கொண்ட ஆண்டவரை மறுதலித்து തങ്ങൾക്ക് തീവ്രമായ അഴിവെ വരുവിത്തുകൊള്ളും. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇവര് വരാൻ സാധ്യതയുണ്ടെന്നാ. വായിച്ചേ. എന്നാൽ കള്ളപ്രവാചകന്മാര് ജനത്തിന് ഇടയിൽ ഉണ്ടായിരുന്നു. അത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നും കാണുമല്ലോ കള്ളപ്രവാചകന്മാർ. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. ഉണ്ടെന്നല്ല, കള്ളപ്രവാചകന്മാർ ഓൾറെഡി ഉണ്ട്. എന്നാൽ ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. ഉണ്ടെന്നല്ല, ഉണ്ടാകും. അപ്പൊ പത്രോസ് മുന്നറിയിപ്പ് കൊടുത്തു, ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. എന്നാൽ യൂദ എഴുതിയപ്പോൾ ഉണ്ടാകുമെന്നല്ല, ഇവർ ഓൾറെഡി കേറി ദുരുപദേശം പഠിപ്പിക്കുക. അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, ദുരുപദേശം പഠിപ്പിക്കുന്നവര്. അവരെയാണല്ലോ എല്ലാവർക്കും കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടവും. അവർക്ക് ഇരിക്കാൻ മേലാത്ത പോലെ ഭയങ്കര പ്രോഗ്രാമാ. അതെല്ലാം ചതിച്ചും വഞ്ചിച്ചും പോഷ്ക്ക് പറഞ്ഞും ആൾക്കാരെ തെറ്റിക്കുകയല്ലേ. ശരിയായ ഉപദേശം ഒറ്റ വാക്കി പറഞ്ഞാൽ ഒന്ന് മാനസാന്തരം, രക്ഷിക്കപ്പെടുക, വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം, കർക്കശമായ വേർപാട് പാലിക്കണം, ആത്മനിറവിൽ ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം, ശക്തമായ വേർപാട് കൃത്യമായി പാലിക്കണം, തിരുമേശ കിടക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോട് ജീവിക്കണം, ഓരോ ദിവസവും മാനസാന്തരപ്പെട്ടോണം. ഇതിനപ്പുറം വേറൊരു ഉപദേശമില്ല. അതിനോട് ബന്ധപ്പെട്ട ബാക്കി ഉപദേശങ്ങൾ. പിന്നെ അകത്ത് കർക്കശമായി വേർപാട് ഉപദേശം പറയണം. വേർപാട് ഭയങ്കര ഉപദേശമാ. ആ വേർപാടിനകത്ത് ബാക്കി കാര്യങ്ങളെല്ലാം വരും, എല്ലാ കാര്യവും. ഈ ദുരുപദേഷ്ടാക്കന്മാർക്ക് ഇതൊന്നും വിഷയമല്ല. ഇത്ര പേര് കൈപൊക്കുക, ഇത്ര പേരെ മുക്കി, തീർന്നു, പരിപാടി തീർന്നു. പിന്നെ എതിലേലും പോയാൽ അവർക്കതൊന്നും വിഷയമല്ല. അതല്ല, അകത്ത് വരുന്നവരെ നന്നായിട്ട് ഉപദേശം പറയണം, ഉപദേശിക്കാൻ സമർത്ഥരായിരിക്കണമെന്ന്. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ പൊതുവിലുള്ള രക്ഷ, ഈ രക്ഷ എന്ന വിഷയം എഴുതാനാ യൂദ തുനിഞ്ഞത്. പക്ഷെ എടുത്ത് ആരംഭിച്ചപ്പോൾ ദുരുപദേഷ്ടാക്കന്മാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. അപ്പോൾ അതിനെതിരെ ഖണ്ഡനം നടത്താനാ യൂദ തുനിഞ്ഞത്. ഇത് പറഞ്ഞാൽ ഈ ഉപദേശത്തിന് വേണ്ടി ദൈവമക്കൾ പോരാടണം. 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടണം. അപ്പൊ ഈ 1-ാം അധ്യായം മുതൽ ഈ ആദ്യത്തെ 4 വാക്യത്തിൽ ആര് പോരാടണം, ആരോട് പോരാടണം, 2 കോഡ് എഴുതിയിട്ടുണ്ട്. എല്ലാരും പോരാടാൻ ഒക്കത്തില്ല. ആരാണ് പോരാടേണ്ടത്? 3 പദമാ ഇന്നലെ വായിപ്പിച്ചു. 1 വിളിക്കപ്പെട്ടവർ, 2 സൂക്ഷിക്കപ്പെട്ടവർ, 3 1-ാം വാക്യം വായിച്ചേ. இயேசு கிறிஸ்துவுடைய ஊழியக்காரனும் யாக்கோபுடைய சகோதரனுமாய் இருக்கிற யூதா, பிதாவாகிய தேவனாலே பரிசுத்தமாக்கப்பட்டவர்கள், பிதாவாகிய தெய்வத்தால் பரிசுத்தமாக்கப்பட்டவர்களும் இயேசு கிறிஸ்துவினாலே காக்கப்பட்டவர்களுமாகிய അழைക്കപ്പെട്ടവർക്ക് എഴുതുക. മലയാളത്തിലോ? പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും. അപ്പോൾ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക്. അപ്പോൾ സ്നേഹിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട്, വിളിക്കപ്പെട്ടവർ, അങ്ങനെയുള്ളവരാ പോരാടേണ്ടത്.
വഴിയെ പോകുന്നവനെല്ലാം കൂടെ പോരാടി അങ്ങനെ ഒക്കുന്നേ. വിളിക്കപ്പെട്ടവരും സൂക്ഷിക്കപ്പെട്ടവരും സ്നേഹിക്കപ്പെട്ടവരും പോരാടേണ്ടവരുടെ യോഗ്യതയാണ്. ദൈവം വിളിച്ചവര് പോരാടണം. ഇനി ആരോടാ പോരാടേണ്ടെന്ന് ചോദിച്ചാൽ ദുരുപദേശം പഠിപ്പിക്കുന്നവരോടാ പോരാടേണ്ടത്. അത് വ്യക്തികളോടുള്ള വൈരാഗ്യമല്ല, ഈ ദുരുപദേശത്തോട്. കാരണം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസ പ്രമാണം ഒരിക്കലായി തന്ന വിശ്വാസ പ്രമാണമാണ്. ഇത് ആഴ്ചയിൽ മാറ്റുന്നതല്ല, ആണ്ടോടാണ്ടൊക്കെ മാറ്റുന്നതല്ല, കാശ് കൂടുമ്പം മാറ്റുന്നതല്ല, രാജ്യം വിട്ടുപോകുമ്പോൾ മാറുന്നതല്ല. സ്തോത്രം. ഓരോരോ നേതാക്കന്മാർ വരുമ്പോൾ മാറ്റുന്നതും അല്ല. നേരത്തെ ഇരുന്ന ഭാഷ ഇത് മാറ്റിയേച്ച് പോയി, പുതിയ ഭാഷ അത് മാറ്റിയേച്ച് പോയി. വിശ്വാസി കിടന്ന് കുഴയുക. നേരത്തെ ഇരുന്ന പുള്ളി പറഞ്ഞു എല്ലാവരും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടാൽ മതി. പുറകെ വന്ന പുള്ളി പറഞ്ഞു എല്ലാവരും ലൈറ്റ് കളറേ ഇടാവുള്ളൂ. മൂന്നാമത് കയറിയ പുള്ളി പറഞ്ഞു കർക്കശമായിട്ട് വെള്ളം ധരിക്കണം. അയാൾ എത്തുപോയപ്പോൾ അടുത്ത് വന്ന് നിങ്ങൾ എന്തെങ്കിലും ധരിക്കണമെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ചുരുക്കി പറഞ്ഞാൽ തുണി വേണ്ടി ചൂപ്പാട് വരിക. ആദ്യം ഇടുന്ന പുള്ളി പറഞ്ഞു സഹോദരന്മാരെല്ലാം മീശ പഠിക്കണം, എല്ലാവരും ബ്ലേഡും ഒക്കെ മേടിച്ച് പഠിച്ചു. രണ്ടാമത്തെ പുള്ളി പറഞ്ഞു പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒത്തിരി കട്ടിക്ക് വെച്ചാൽ മതി, കട്ടി വേണ്ടെന്ന്. മൂന്നാമത് വന്ന പുള്ളി പറഞ്ഞു അത് പറ്റ എടുക്കുന്നതാ. നാലാമത് വന്ന പുള്ളി പറഞ്ഞു ഇതൊന്നും എടുത്തിട്ടൊന്നും വലിയ എടുത്താലും എടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി വളർത്തുന്നതാ കുറച്ചുകൂടെ നല്ലത്. അവിടുന്ന് കുഴയല്ലേ, അങ്ങനല്ലേ കുഴക്കുകയല്ലേ ഇട്ട്. സ്തോത്രം. ആദ്യം വന്ന പുള്ളി പറഞ്ഞു ഇടുന്നുകൊണ്ട് കുഴപ്പമില്ല, നേരാ ആഭരണം. രണ്ടാമത്തെ പുള്ളി എന്ന് പറഞ്ഞ് കണ്ടമാനം ഇടരുത്, ഒരു ചെറിയ കമ്മലും ഒരു ചെറിയ. മൂന്നാമത് വന്ന പുള്ളി പറഞ്ഞ് കഴുത്തയിലില്ലാതിരിക്കുന്ന നല്ലത്, പിന്നെ കാതിനൊരു കാതൊന്ന് അടഞ്ഞിരിക്കുന്നത് നല്ലതാ. നാലാമത്തെ പുള്ളി വന്ന് പറഞ്ഞു നിങ്ങളെ യോഗത്തിന് വരുമ്പോൾ ഇടണ്ട, പിന്നെ കല്യാണത്തിനോ മറ്റടിയന്തരത്തിനോ പോകുമ്പോ ഒന്ന് കിട്ടോ. ഇതൊക്കെ അല്ലേ പഠിപ്പിക്കുന്നത്. കൃത്യതയില്ലല്ലേ, വെളിവില്ലല്ലോ. എന്റെ പ്രിയരെ, ഇത് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസ പ്രമാണമാ. നേതാക്കന്മാര് വരുമ്പം മാറ്റുന്ന പ്രമാണമല്ല, സഭ മാറുമ്പം മാറുന്ന പ്രമാണമല്ല, രാജ്യം വിടുമ്പോൾ വ്യത്യാസപ്പെടുത്തുന്ന പ്രമാണമല്ല, കാശ് കൂടുമ്പം മാറ്റുന്ന പ്രമാണമല്ല. അല്ല, നിങ്ങൾ ചിന്തിച്ചേ, ഇതൊരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസ പ്രമാണമാണ്. ആ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി ദൈവമക്കൾ പോരാടണം. ദൈവത്തിന്റെ മഹത്വം. അവിടെ ഭാഗം അധികം വിവരിക്കുന്നില്ല. അപ്പോൾ രക്ഷ എന്ന വിഷയം എഴുതുവാൻ ആഗ്രഹിച്ചെങ്കിലും എഴുത്ത് ആരംഭിച്ചപ്പോൾ ദുരുപദേശത്തിനെതിരെ പോരാടാൻ പ്രബോധിപ്പിച്ചു. ദൈവത്തിന്റെ മഹത്വം. അതാണ് ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഞാൻ അധികം ആ ഭാഗം വിവരിക്കുന്നില്ല. ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്, ആഴമേറിയ ലേഖനമാണ്. ഓരോ വാക്യങ്ങളും എടുത്ത് ഉദ്ധരിച്ച് പറയേണ്ടതായ ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി ശുശ്രൂഷയോട് ബന്ധപ്പെട്ടാണ് 11-ാം വാക്യം കൊടുത്തിരിക്കുന്നത്. 11-ാമത്തെ വാക്യം അതോടെ പറഞ്ഞേച്ച് അടുത്ത ഭാഗത്തേക്ക് വരാം. ഇവർക്ക് അയ്യോ, ഇവർ കായീനുடைய വഴി. ഈ ദുരുപദേഷ്ടകന്മാരുടെ ഒരു പ്രകൃതി, നിങ്ങൾ ദുരുപദേഷ്ടകന്മാരെ ശ്രദ്ധിച്ചേ. ഒത്തിരി കാര്യമുണ്ടെങ്കിൽ ഈ 11-ാം വാക്യത്തിലെ 1-2 കാര്യങ്ങൾ. ഇവർക്ക് അയ്യോ കഷ്ടം. ഇവർ കായീനുடைய വഴിയിൽ നടന്നു. ഇവർ കയ്യിന്റെ വഴിയിൽ നടന്ന്. കയ്യിന്റെ വഴി അത് ദുരുപദേഷ്ടകന്മാരുടെ ഒരു പ്രകൃതമാണ്. കയ്യിന്റെ വഴി എന്തുവാ? കയ്യിന്റെ വഴി. കയ്യിന്റെ വഴി നിങ്ങൾക്കറിയാം. കയ്യനും ഹാബേലും കൂടെ യാഗം കഴിക്കാൻ പോയി. കയ്യന് നിലത്തില് അനുഭവത്തിൽ നിന്ന, ഹാബേലോ ആട്ടിൻകൂട്ടത്തിൽ നിന്നൊന്നിനെ കൊണ്ടുവന്നു. അപ്പൊ കയ്യിന്റെ വഴി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇതൊക്കെ ഒക്കുമ്പോൾ ഇഷ്ടമുണ്ട്, സ്വീകരിച്ചാ മതി. ഇതാ കയ്യിന്റെ വഴി. അതല്ലേ ഇപ്പൊ സഭയ്ക്കകത്ത് എന്നെ കൊണ്ടിതേ. കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ ഒടുവിൽ തോലുടിപ്പിച്ചെന്നൊരു പദമുണ്ട്. അപ്പൊ ഒരു മൃഗം അറക്കപ്പെട്ടു.